മാതാവേ, പിതാവേ, സഹോദര സഹോദരി, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന് നിന്നോടും സംസാരിക്കാനുള്ളതാണ്, നിന്നോടും കൂടെ സംസാരിക്കാനുള്ളതാണ്. ഞാൻ സുജിനോട് കുറെ കാര്യാദികൾ അങ്ങോട്ട് പറയുകയാണ്. സുജിനെ എന്നോട് വിശേഷം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എന്ത് പറയുന്നു, കുഞ്ഞുങ്ങൾ എന്ത് പറയുന്നു, സന്തോഷമായിട്ടിരിക്കുന്നോ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന് ശേഷം സുജിനോട് ഞാൻ പറയുക, എന്നാ ശരി, ഓക്കെ, ബൈ, ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പോരുക. ഈ മനുഷ്യന് ഞാൻ ചോദിച്ച പല ചോദ്യങ്ങളിലെയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലെയും മറുപടി എന്നോട് പറയണമെന്നുണ്ട്. ഇത് തന്നെയാണ് വിശ്വാസികളുടെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥന മുറിയിലേക്ക് പ്രവേശിക്കും, ദൈവത്തോട് അങ്ങോട്ട് കുറേയേറെ കാര്യങ്ങൾ പറയും, കുറേയേറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. പറഞ്ഞിട്ട് നമ്മൾ ടാറ്റ പറയുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പോഴേ എഴുന്നേറ്റ് പോകും. അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന മൊബൈലിന്റെ വാട്സപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചെന്ന് നോക്കും. എന്നിട്ട് എഴുന്നേറ്റ് പോകും. ദൈവം സംസാരിക്കാൻ വന്നു നിൽക്കുമ്പോ ആ സാന്നിധ്യത്തിൽ നമ്മളില്ല. പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ കുറച്ച് സമയമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്ന ദൈവത്തോട് കുറച്ച് സമയം സംസാരിച്ചിട്ട് ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. സാമുവേലേ സാമുവേലേ എന്ന് വിളിച്ചതുപോലെ എന്റെ പേര് വിളിക്കുന്നുണ്ടോ? എന്റെ പേര് വിളിക്കുന്നുണ്ടോ? എന്നൊന്ന് കാതൊന്ന് കൂർപ്പിച്ചിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തേ. അങ്ങനെ വെയിറ്റ് ചെയ്താൽ നിശ്ചയമായും എന്റെ ആത്മാർത്ഥത കണ്ടാൽ നിശ്ചയമായി അവിടെ നിൽക്കുന്ന ദൈവം നിന്നോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങും. ഒന്ന് ഞാൻ പറയട്ടെ, ഒരിക്കൽ നിന്റെ പേരെന്ന് വിളിക്കുന്നത് കേട്ടാൽ ആ കാതിൽ ഒരിക്കൽ ഒറ്റ പ്രാവശ്യം ആ കാതിൽ ആ ദൈവശബ്ദം കേൾക്കുന്നത് കേട്ടാൽ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നീ ആ ശബ്ദം മറന്നു പോകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പല ആവർത്തി വിളിക്കുമ്പോഴോ, പല ആവർത്തി ഏറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ പ്രാർത്ഥനാ മുറിയിൽ ചേഞ്ചസുകൾ സംഭവിക്കും. പ്രാർത്ഥനാ മുറിയിൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കും. ആസ എന്ന് പറയുന്ന ഒരു സാധുവാകുന്ന മനുഷ്യൻ ഒരു കൊച്ചു കുഞ്ഞിന്റെ മുകളിൽ നിന്ന് കയറി നിന്ന് തന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുന്ന ആ വലിയ പരാജയത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വീട് കിടന്നൊരൊറ്റ പ്രാർത്ഥന, കർത്താവേ, ബലഹീനരും തമ്മിൽ കാര്യം ഉണ്ടാകുമ്പോ സഹായിക്കാൻ അവിടുന്നല്ലാതെ ആരുമില്ല. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ലേ? എന്താ സംഭവിച്ചത്? ചില മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രാർത്ഥനയുടെ മറുപടി അവർ അനുഭവിച്ചറിഞ്ഞു എങ്കിൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ശക്തിയോടെ നിലനിൽക്കുന്ന ദൈവ